guys, welcome back to my YouTube channel. എല്ലാവർക്കും വെൽക്കം കേട്ടോ ഗൈസ്. ഇത് പുതിയൊരു നമ്മളിത് കോറോമാൻഡിൽ കുറേ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ന്യൂസിലൻഡിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ഹൈ ബീച്ചും പിന്നെ കോറോമാൻഡിലത്തെ മറ്റേ കത്തീഡ്രൽ കോവ് കാണാനുമാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പോണ വഴിക്ക് കുറേ മലകളും കുറേ ചെടികളും നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഗൈസ്. അത് കണ്ടോ ഗൈസ്, നല്ല രസമാണ്. നല്ല ഹെയർ പിൻ റോഡ്സ് ആണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ അതിൽ കൂടി ചെന്നപ്പോൾ നമ്മൾ സൈഡിൽ കൂടി ഓഷ്യൻ്റെ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ കണ്ടോ ഗൈസ്. പസഫിക് ഓഷ്യനും കണ്ടോ ഗൈസ്. അതൊരു ന്യൂസിലൻഡിൻ്റെ എൻഡിലാണ് നമ്മളത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 hours 30 minutes ആണ് കേട്ടോ ഗൈസ് ട്രാവൽ ചെയ്യാനുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ല രസമുള്ള കാഴ്ചകളാണ് നമ്മൾ പോകുന്ന സമയത്തൊക്കെ കാണാനായിട്ട്. നമ്മൾ മല കയറുന്നു, പിന്നെ ഇറങ്ങുന്നു. നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ അവിടെ കുറേ ഫാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബീച്ചിലോട്ട് എത്തിക്കഴിഞ്ഞു കേട്ടോ ഗൈസ്. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. മാത്രമല്ല നല്ല സൂര്യൻ്റെ വെളിച്ചവും അടിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളതാണ്. ഇവിടെ കുറേ ദ്വീപുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, സ്മോൾ ഐലൻഡ്സാണ്. കുറേ സീഗൾസും പിന്നെ നല്ല ഭംഗിയുള്ള വ്യൂസാണ് അവിടെ കാണാനുള്ളത്. നല്ല ബ്ലൂ കളർ വാട്ടറാണ്. പിന്നെ അറ്റത്തോട്ടൊക്കെ കുറേ മലകളുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ കത്തീഡ്രൽ കോവ് നമ്മുടെ കുറച്ച് ദൂരെയാണ് നമ്മൾ എത്തുന്നത്. പിന്നെ കുറേ ബോട്ട്സും ഉണ്ട് കാണാനൊക്കെയായിട്ട്. നല്ല ഫൈൻ സാൻഡും ആണ് കേട്ടോ ഗൈസ് ഇവിടെയൊക്കെ ഉള്ളത്. കുറേ ആൾക്കാർ കുറേ ടൂറിസ്റ്റ്സ് ഒക്കെ ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. ഇവിടെ ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ട്, നല്ല അടിപൊളിയായിരുന്നു. ഹൈ ടൈഡ്സും ഉണ്ടായിരുന്നില്ല ഇവിടെ. കണ്ടാ ഗൈസ്, അടിപൊളിയാണ്. കുറേ ബോട്ട്സും ഉണ്ട്, നല്ല മലകളും ഉണ്ട്. ഞങ്ങൾ മെർമെയ്ഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസമുള്ള മെർമെയ്ഡാണ് കേട്ടോ ഗൈസ് ഇത്. ബീച്ചിലൊക്കെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. ഇതാണ് കത്തീഡ്രൽ കോവിലോട്ട് നമ്മളെ ഈ ബീച്ചിൽ നിന്ന്, ഹൈ ബീച്ചിൽ നിന്ന് കത്തീഡ്രൽ കോവ് കാണാനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ വാട്ടർ ടാക്സിയാണ്. കത്തീഡ്രൽ കോവ് വാട്ടർ ടാക്സിയാണിത്. ഇത് നമ്മുടെ ലാൻഡിലോട്ട് കയറ്റി ഇപ്പോൾ അങ്ങോട്ട് പോയ ടൂറിസ്റ്റുകളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് റിവേഴ്സ് എടുത്തിട്ട് ലാൻഡിലോട്ട് കയറും. അത് കഴിഞ്ഞിട്ട് പുറകിലും മുമ്പിലും 2 wheels വെച്ച് ഈച്ചുണ്ട്. അപ്പോൾ അവർ അതിൽ കൂടി ആ വീലിൽ കൂടി കയറി ലാൻഡിലോട്ട് എത്തും. എന്നിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ താഴ്ത്തും, വീലുകളൊക്കെ പൊന്തിച്ചിട്ട് അവരുടെ ആ ബോട്ടിൻ്റെ അടി താഴത്തോട്ട് മുട്ടിച്ചിട്ട് സൈഡ് ഇങ്ങനെ ചരിക്കും, പാസഞ്ചേഴ്സിന് ഈസി ആയിട്ട് ഇറങ്ങാനായിട്ട്. കണ്ടോ ഗൈസ്. ഒരു ഫാമിലി 5 ആൾക്കാരുള്ള ഫാമിലിക്ക് നമ്മൾ $115 ആണ് കൊടുക്കുന്നത്. അങ്ങോട്ട് പോകണേലും ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിതാ ഇപ്പോൾ വെള്ളത്തിലാണ്, നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകണം, എന്നാലും നമുക്ക് കത്തീഡ്രൽ കാണാൻ പറ്റും. മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഗൈസ് ഇത്. അത് മാത്രമല്ല ബോട്ടിൽ ഇരുന്ന് പോകുമ്പോൾ ആദ്യം അവർ പതിയാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അവർ സ്പീഡിൽ കൊണ്ടുപോകും. നമുക്ക് സേഫ്റ്റി ബെൽറ്റ്സ് ഒന്നും അവർ തരില്ല, ബട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നെങ്കിൽ ആവശ്യമാക്കിയിട്ട് അവർ തരും. മാത്രമല്ല നമുക്ക് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ചേട്ടൻ നമുക്ക് ഇത്തിരി സ്പീഡ്, ഈ ചേട്ടൻ സ്പീഡ് കിട്ടും. മാത്രമല്ല ലൈറ്റ് കളർ കണ്ടോ ഗൈസ്, അത് നല്ല രസമുണ്ട്. മാത്രമല്ല സൈഡിൽ വൈറ്റ് കളറായിട്ട് ഇരുന്നത് നല്ല രസമുണ്ട്. നല്ല കാറ്റും നല്ല അടിപൊളിയല്ലേ ഗൈസ്, അടിപൊളിയാണ്. എനിക്കിഷ്ടം. അടിപൊളി കാഴ്ചകളുമാണ്, നല്ല രസമുള്ള യാത്രയുമാണ് കേട്ടോ ഗൈസ്.
സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിൽ കൂടി നമ്മൾ പോകുമ്പോൾ ലൈറ്റ് കളർ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഈ ദ്വീപുകളുടെ അടുത്തോട്ടൊക്കെ നമ്മൾ അത്ര നിയർ അല്ല, ബട്ട് നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട്. നല്ല കാറ്റുമാണ്, വെള്ളമൊക്കെ തെറിച്ച് വീഴുകയാണ് ഗൈസ്. ഇപ്പം നമ്മളിത് ആ കത്തീഡ്രൽ കോവ് കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമാണ്, ഒരു കുഞ്ഞ് മൗണ്ടെയിൻ പോലെയൊക്കെ ഇരിപ്പുണ്ട്, ക്ലിഫ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ് ഗൈസ്, അടിപൊളി. നമ്മളിതാ കുറേ ആൾക്കാർക്ക് അവിടെ നിൽപ്പുണ്ട്. അവർ സംടൈംസ് നമുക്ക് 2 വേ ഉണ്ട്, നമുക്ക് നടക്കാനുള്ള വഴിയുമുണ്ട്, ബോട്ടിൽ കൂടി വരാനുള്ള വഴിയുമുണ്ട്. അപ്പോൾ ഗൈസ് അവർ ചിലപ്പോൾ ബോട്ടിൽ കയറാനൊക്കെയാണ്, കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബോട്ടിലോട്ട് കയറാനായിട്ട്. ആ സൈഡിൽ കാണുന്ന ആ സ്റ്റെയർ കേസിലൂടെ നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് നടന്ന് നമ്മൾ നേരത്തെ ഉള്ള ഹായ് ബീച്ചിലോട്ട് പോകുന്നത്. കുറേ സീഗൾസും ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ, അടിപൊളിയാണ്. നമ്മൾ ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ വെള്ളമാണ് കാണുന്നത്, അടിപൊളിയാണ് കാണാനായിട്ട്. ഇതാണ് നമ്മൾ ഈ ഭിത്തിയിലേക്ക് ഇങ്ങനെ കാണുന്നില്ല, ഈ റോക്കും ഇങ്ങനെ കാണുന്നതാണ് ഹണികോം എന്നാണ് അതിനെ പറയുന്നത്. ആ ഹണികോം സീസൺ എന്നാണ് അതിനെ പറയുന്നത്. ഈ റോക്സും ഇങ്ങനെ 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 ഹണികോം പോലെ അതിനെയാണ് ഹണികോം സീസൺ എന്ന് പറയുന്നത്. അതിൽ ഗുഹകൾ അതുപോലത്തെ മറ്റേ കത്തീഡ്രൽ കോവ് പോലത്തെ ഗുഹകളാണ് അത്. കുറേ കാഴ്ചകളുണ്ട് ഇവിടെ, കുറേ പടങ്ങളും, പിന്നെ അത് മാത്രമല്ല പടങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറേ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അടിപൊളി അടിപൊളി. ഞങ്ങൾക്ക് ഇത് റിയാലിറ്റി കുറച്ച് അടിപൊളിയാണ്, ഭയങ്കര രസമാണ് ഇത് കാണാനൊക്കെ ആയിട്ട്. ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്യാം കേട്ടോ ഗൈസ്, നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മളിത് ആ ഗുഹ പോലെ കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകും. നമ്മളിത് കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ ഗൈസ്. ആ ഗുഹ പോലത്തെ സ്ഥലമാണ് കത്തീഡ്രൽ കോവ്. നല്ല രസമില്ലേ ഗൈസ് കാണാനൊക്കെ ആയിട്ട്, അടിപൊളിയാണ്. എന്നിട്ട് നമ്മളിത് ആ മോളിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ പണ്ടത്തെ സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു പോകും. പണ്ടത്തെ ഹായ് ബീച്ചിലോട്ട് നമ്മൾ തിരിച്ചു പോകും. കുറേ സീകൾ നമ്മളിപ്പോൾ ഈ കാണുന്ന റോക്കിൻ്റെ മുകളിൽ കുറേ സീഗൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ഗൈസ് അത് അവിടെയാണ് കത്തീഡ്രൽ. നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അങ്ങോട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ ഗൈസ്. അവിടെയും കണ്ടോ ഗൈസ്, കുറേ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെയുണ്ട്. ഇവിടെ വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഈ ആർച്ച് വേൻ്റെ അവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല, നമുക്ക് റോക്സ് ഫോൾ ചെയ്യും, അത്രയും സ്റ്റഡി അല്ല അത്. അതുകൊണ്ട് ചിലപ്പോൾ റോക്സൊക്കെ ഫോൾ ചെയ്യും. ഹെവി റെയിൻ സീസണിൽ ഇത്രയും കൂടിയും ഫോൾ ചെയ്യാനുള്ള സാധ്യത കൂടും. ബട്ട് ഗുഡ് വെതറിൽ അത് നല്ലതാണെന്നാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ കുറേ നേരം നിൽക്കാൻ പാടില്ല. ഒരു കല്ലിൽ നിൽക്കാട്ടോ ഗൈസ്. കുറേ ആൾക്കാരൊക്കെ കുറേ ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ട് ഗൈസ്, അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്.
അതുകൊണ്ടോ ഗൈസ് ആ മൗണ്ടെയിനിന് ആ സൺലൈറ്റ് നല്ലൊരു ഇതുണ്ടാക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. എല്ലാം നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഈ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തീഡ്രൽ കോവിലിൻ്റെ മാതിരിയുള്ള റാ പൊല്യൂഷൻ അതാണ് ആർച്ച്. അവിടെ നിർത്താൻ പാടില്ല. പിന്നെ ഗൈസ് ഇവിടെ നമ്മൾ ആ മല കയറിയിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റെപ്പിൽ കൂടി കുറേ സ്റ്റെയർ കേസും ഉണ്ട്, ഫുഡ് പാത്തും ഉണ്ട്. നമുക്ക് ലോസ്റ്റായി പോവുകയുമില്ല. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഓഷ്യൻ്റെ ഡെഡ് എൻഡാണ് കേട്ടോ ഗൈസ് നമ്മൾ കാണുന്നത്. അവിടെ ഭയങ്കര സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര സ്കേറിയും അഡ്വഞ്ചറസും ആയിട്ടുള്ള റൈഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നതും അഡ്വഞ്ചറാണ്. അടിപൊളിയാണ് കേട്ടോ ഗൈസ് കാണാനൊക്കെ ആയിട്ട്. അവർ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ബോർഡിൽ പഠിപ്പിച്ച് തരും. ബോർഡിൽ അവർ നമ്മൾ പറഞ്ഞു തരും. പിന്നെ ഇവിടെ കുറേ ഫാംസും ഉണ്ട്. അത് കണ്ടോ ഗൈസ്, കുറേ പശുക്കളും ഉണ്ട്. നല്ല രസമുള്ള ഹിൽ സൈഡ് പോലെയാണ് കാണുന്നത്. ഇവിടെ അത്യാവശ്യത്തിനൊക്കെ കാറ്റുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഫുഡ് പാത്ത്. നമുക്ക് ഇതിൽ കൂടി കുറേ നടക്കാനുണ്ട്. നമ്മളിങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല പെയിൻ്റ് അടിച്ച പോലെയില്ലേ ഗൈസ് ഓഷ്യനൊക്കെ കാണുമ്പോൾ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അത്. ഇത് എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിൻ്റെ വേൾഡ് വാർ 1 മെമ്മോറിയൽ ഫോറസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഇത് ഹോണറിങ് ഓഫ് ദോസ് ഹു ഗേവ് ദെയർ ലൈവ്സ്. പിന്നെ ഇത് നമ്മൾ മറ്റേ നേരത്തെ പശുക്കൾ കണ്ട അതുപോലത്തെ സ്ഥലമാണ്. ബട്ട് അവിടുത്തെ പൊക്കമുള്ള മലയുടെ മുകളിൽ ഇങ്ങനെ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ച പോലെയുണ്ട്. പക്ഷെ നല്ല നല്ല വൈബാണ് കേട്ടോ അവിടെ. നല്ല നല്ല രസമുള്ള സ്ഥലമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോൺവെർസേഷനാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻ നമുക്ക് അവർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ ഉണ്ടായെന്നും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇവർ നമുക്ക് കത്തീഡ്രൽ കോവിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ബോർഡിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് കുറേ നമ്മുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. റോക്ക് ഫോൾ ആൻഡ് ലാൻഡ് റിസ്ക് അറ്റ് മറ്റോഹോയി കത്തീഡ്രൽ കോവ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സൈഡ് റിസ്ക് ഒക്കെ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്, ഇത് ഭയങ്കര ഡേഞ്ചർ, അധികം ഡേഞ്ചർ അല്ല, മറ്റേ റോക്ക് ഫോളിങ് ഒക്കെ ഉള്ള സ്ഥലവുമാണ്. ഇവർ നമുക്ക് കുറേ കത്തീഡ്രൽ കോവിനെ കുറിച്ച് കുറേ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇവർ കണ്ടോ ഗൈസ്, നമ്മൾ കറക്റ്റ് അടിപൊളിയായിട്ട് നല്ല വ്യൂ ആണ് ഈ ദ്വീപുകളൊക്കെ കാണാനായിട്ട്. മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഗൈസ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ. ഗൈസ് അപ്പം നമ്മളിതാ ഈ കുറച്ച് ദൂരോടെയും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ബീച്ചിലോട്ട് നമ്മൾ എത്തും കേട്ടോ ഗൈസ്. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഒരു മൗണ്ടെയിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കണ്ടോ ഗൈസ്, മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ് ഈ ദ്വീപുകളുടെയും. ഇപ്പം ഇപ്പം നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ കുറേ വ്യൂ ആണ്. താഴത്തോട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, ഇനി നമ്മൾ കുറേ താഴത്തോട്ട് മല ഉള്ളിൽ കയറിയിട്ട് പിന്നെ താഴത്തോട്ട് ഇറങ്ങി അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മൾ ഹഹായ് ബീച്ചിലോട്ട് ഇനി എത്താൻ പോകുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഗൈസ്. ഇത് നമ്മൾ നമ്മൾ ഈ ഐലൻഡ്സ്, ഈ സ്മോൾ ഐലൻഡ്സ് എങ്ങനെ ഫോം ചെയ്തെന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമല്ല ഈ കത്തീഡ്രൽ കോവും പിന്നെ ഹണികൊങ്ങിനെ കുറിച്ചൊക്കെ കുറേ അവർ പറഞ്ഞു തരുന്നുണ്ട് നമ്മളവർ. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്, അത് വായിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് കമൻറ്റ് ഡൗൺ ബിലോ ചെയ്യണം കേട്ടോ. ബൈ.